സഹായിക്കുവാൻ തക്കണം ഞങ്ങളെ തന്നെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. പിതാവേ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിതാവേ, ഹല്ലേലൂയ. ഒരാഴ്ച കാലം കൊണ്ട് ദൈവമേ പ്രഭാതത്തിൽ ദൈവപാദപീഠത്തിൽ അടുത്ത് വരുവാൻ, ദൈവമേ സഭായോഗമായ ദൈവത്തിലായിരിക്കുവാൻ തക്കണമെന്ന് ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ദൈവം ഉറങ്ങി എഴുന്നേൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ആരോഗ്യവും ബലവും തന്നു. പിതാവേ, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നിങ്ങളെ സഹായിച്ചു. ദൈവമേ, ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. അങ്ങേ ദൈവമേ, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ, ഹല്ലേലൂയ, പൂർണ്ണാത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ഞങ്ങളെ തന്നെ ഞങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിക്കുവാൻ, ദൈവമേ, ഹല്ലേലൂയ, ഇന്നൊരു പകൽക്കാലം ദൈവസന്നിധി, ഹല്ലേലൂയ, ഞങ്ങളെ ദൈവമേ, ഹല്ലേലൂയ, ഏൽപ്പിക്കുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന പകൽക്കാലമാക്കി, ദൈവമേ, നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന പകൽക്കാലമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, അങ്ങേ പാടുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സൂക്ഷിക്കുന്ന സഹോദരന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, ഞങ്ങളെ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം ഉണ്ടായിരുന്നു. ദൈവമേ, ഹല്ലേലൂയ, തക്ക സമയത്ത് ചേരുന്ന ആരാധനയിടുവാൻ തന്നെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കുന്ന ദാസനായി പ്രാർത്ഥിക്കുന്നു. തന്നെ ദൈവം ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ദേശത്തായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ സന്നിധിയിലായിരുന്നത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പ്രഭാതമാക്കി, ഒരു പകൽക്കാലമാക്കി ദൈവം തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരുവാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കണമേ. ദൈവത്തിലൂടെ ഞങ്ങൾ സംസാരിക്കണമേ. സങ്കീർത്തന ഭാഗത്തിലൂടെ ഞങ്ങൾ സംസാരിക്കണമേ. അനുഗ്രഹിയുടെ സാക്ഷ്യവാചകങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, സർവ്വത്തിനുപരിയായി ഞങ്ങളുടെ ഹല്ലേലൂയ മരണപുരത്താരത്തെ വീണ്ടും വരവിനെ ഓർക്കിപ്പിക്കുന്ന ദൈവമേ തിരുമേശങ്ങളുടെ മധ്യം ഉണ്ടല്ലോ. പിതാവേ, ഹല്ലേലൂയ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ഞങ്ങൾ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങളെ തന്നെ മുറ്റുമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവേ, ദൈവം കൂടി ഇന്ന് സഹായിച്ചായിട്ട് പ്രാർത്ഥനഘടനായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ഉലകമഹാന്മാരഖിലരും തുറക്കുന്നു കല്ലറ
ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ ഹല്ലേലൂയ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ഓ ജയഗീതം പാടുവാൻ നമ്മുടെ ജീവിതം നല്ല ഭാഗ്യ പദവിക്കാൻ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഉലക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ ആ വലിയ പ്രത്യാശ നമ്മെ നിർത്തുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഈ ലോകത്തിൽ ദൈവപുത്രൻ കടന്നു വന്ന് ഹല്ലേലൂയ ഒരു തച്ചന്റെ മകനെന്ന് ലോകം വിളിച്ചുവെങ്കിലും ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അവൻ മരിച്ച് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവനായി തീർന്നിരിക്കാൻ ഓ ഹല്ലേലൂയ ആ വലിയ പ്രത്യാശയും ആ വലിയ ഹല്ലേലൂയ ജയം നമുക്ക് തന്നിരിക്കുക. ദൈവത്തെ സ്തുതിക്കാൻ നമ്മെ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവപാഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കണം, ദൈവം സഹായിക്കുവാൻ തക്കണം. ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ദാസന്മാരെ ശുശ്രൂഷിക്കുവാൻ തക്കണം, ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് പിന്നെ പാടുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സങ്കീർത്തന ഭാഗത്ത് ദൈവം നമ്മോട് സംസാരിക്കുവാൻ, ദൈവത്തിൽ നമ്മോട് സംസാരിക്കുവാൻ, ദൈവമേ കർത്താവിൻ്റെ മേശ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, എല്ലാ ശുശ്രൂഷകളും ഹല്ലേലൂയ ദൈവ മഹത്വത്തിനും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹമായി തീരുവാൻ തക്കണം. ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എല്ലാ ജനം അനുഗ്രഹത്തോടെ മടങ്ങി പോകാൻ തക്കണം, ദൈവം സഹായിക്കുവാൻ തക്കണം. ആരെങ്കിലും യാത്രയിലായിരിക്കും ദൈവം സമയത്ത് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കണം. എല്ലാ വിഷയങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിന് അനുഗ്രഹത്തിനായ സഹോദരന്മാർ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. கர்த்தர் எங்களுக்கு சுகத்தையும் பலத்தையும் ஆரோக்கியத்தையும் தந்து ஜீவனையும் விட்டு வைத்து உம்முடைய சமூகத்தில் வந்து ஆவியோடும் உண்மையோடும் ஆராதிக்குவான் கிருபை செய்ததற்காக ஸ்தோத்திரம் செலுத்துகிறோம். பிதா குமாரன் பரிசுத்தாவின் நாமத்தில் இந்த ஆராதனையை ஆசீர்வதித்து அனுகிரகிக்கும்படி ஜெபிக்கிறோம். ரிமானா சந்துல ரகனமா துரபல ஷக்கல நினே குரோ ரபத்துரி பலகரப ஷபல பரபல பரப உடாமன ரிகந்துரி சதுரபா ரிகந்தர கடகரபல பஷதல பரபல பரபல பரப ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരലോകത്തിൽ വാസം ചെയ്യുന്ന ഉമ്മുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉമ്മുടെ രാജ്യം വരട്ടും. ഉമ്മുടെ സിത്തം പരലോകത്തിൽ ചെയ്യപ്പെടുന്നത് പോലെ இந்த பூமியில் செய்யப்படட்டும். எங்களுக்கு வேண்டிய ஆகாரம் எங்களுக்கு தாரும். எங்கள் கடன்களை கடனாளிகளுக்கு நாங்கள் மன்னிக்கிறது போல எங்கள் கடன்களை எங்களுக்கு மன்னித்தருளும். எங்கள் பாவங்கள் எங்கள் அக்கிரமங்கள் எல்லாவற்றையும் கர்த்தாவே உம்முடைய இரத்தத்தினாலே கழுவி பரிசுத்தப்படுத்தும் ஐயா. இந்த ஆராதனைக்கு தடையாக இருக்கிற எல்லா சகல விதமான காரியங்களையும் இயேசுவின் நாமத்தில் கர்த்தாவே ஹல்லேலூயா கழுவி பரிசுத்தப்படுத்தி ஐயா ஆண்டவரே உண்மையோடும் உத்தமத்தோடும் பரிசுத்தத்தோடும் நீதியோடும் கர்த்தாவை துதிக்க கிருபை செய்யும்படிக்காய் ஜெபிக்கிறோம் ஐயா. ஆண்டவரே நீர் நாங்கள் ஆராதிக்கும்படியாக நல்ல பாடல்களை இன்னும் தரும்படிக்காய் நாங்கள் ஜெபிக்கிறோம் ஐயா. ஆண்டவரே உம்முடைய தேவதாசனை கர்த்தாவே பத்திரமாய் நீர் கொண்டு வந்து சேர்த்ததற்காக நன்றி செலுத்துகிறோம் ஐயா. தொடர்ந்து கர்த்தாவே நல்ல பாடல்களை எங்களுக்கு தாரும், நல்ல சங்கீத பிரபோதனங்களை எங்களுக்கு தரும்படிக்காய் நாங்கள் ஜெபிக்கிறோம், ஸ்தோத்திரிக்கிறோம் ஆண்டவரே. ஹல்லேலூயா. ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். நல்ல ஜீவனுள்ள சாட்சிகளையும் ஜெப விண்ணப்பங்களையும் ஏறெடுக்கும்படிக்காய் நாங்கள் ஜெபிக்கிறோம் ஐயா. பலவீனத்தில் இருக்கிற ஹல்லேலூயா எல்லா சகோதர சகோதரரும் இயேசுவின் நாமத்தில் பலப்படுத்தும்படியாய், சுகப்படுத்தும்படியாய், ஆரோக்கியப்படுத்தும்படிக்காய் நாங்கள் ஜெபிக்கிறோம் இயேசுவின் நாமத்தில். கர்த்தாவே ஹல்லேலூயா நம்முடைய தேவதாசன் மூலமாய் நீர் எங்களுக்கு கொடுக்க போகிற நல்ல தேவ செய்திக்காய் ஸ்தோத்திரம் செலுத்துகிறோம் ஐயா. ஹல்லேலூயா. தொடர்ந்து கர்த்தாவே எல்லா காரியங்களும் நம்முடைய கருத்தில் ஒப்புக் கொடுக்கிறோம் இயேசுவின் நாமத்தில் பிதாவே. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷയിൽ കഥാദാസൻ Praise you, Jesus. നൂറ്റി 50 സംഗീതം. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God, Jesus. Hallelujah. ഈ പ്രഭാതവേള ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരം കൂടെ ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവമായ കർത്താവ് നമ്മെ ബലത്തോടെ നടത്തി, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, വേദന, നിരാശകളൊക്കെ വിടുവിച്ച്, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, സങ്കടങ്ങളൊക്കെ വിടുവിച്ച്, രോഗദുഃഖാദികളൊക്കെ വിടുവിച്ച്,
ദൈവം നമ്മെ ക്ഷേമത്തോടെ പകൽവേളയിൽ ഈ പ്രഭാതവേള ദൈവത്തിന്റെ പാദപീഠത്തിൽ കൂട്ടി വരുത്തിയല്ലോ. ഇത് പകൽവേള ദൈവത്തെ സന്തോഷത്തോടെ ആരാധിപ്പാൻ, ദൈവം ചെയ്ത നന്മകൾക്ക് ഉപകാരങ്ങൾക്ക് തക്കവണ്ണം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് തിരുവചനം വായിക്കുന്നു. ദൈവം നമ്മൾ ജീവൻ പകർന്ന് ആയുസ് നൽകി ആരോഗ്യം നൽകി നമ്മെ ഇത്രത്തോളം ക്ഷേമത്തോടെ സൗഖ്യത്തോടെ കൂട്ടി വരുത്തി നമ്മുടെ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊരുമിച്ച് ചേർന്ന് ഒരു പാട്ട് കൂടെ പാടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പാടി നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഇസ്രായേലിൻ രാജാവേ എൻ ദൈവമാം യഹോവേ എന്ന പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വാഴ്ത്തിടുന്നു നന്മകൾ ഓർത്തിടുന്നു. ഇസ്രായേലിൻ രാജാവേ എൻ ദൈവമാം യഹോവേ ഞാനങ്ങേ വാഴ്ത്തിടുന്നു നന്മകൾ ഓർത്തിടുന്നു. യേശുവേ 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 സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. യേശുവേ 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 നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ അളവില്ല സ്നേഹത്തിനാ എന്തു ഞാൻ പകരം നൽകും ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിടുമേ
എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ 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 നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നാഥാ. ഓ അളവില്ല സ്നേഹത്തിനാ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ട് കൂടെ പാടി രാവിലെ സമയം നമ്മുടെ ദൈവത്തെ ആരാധിക്കട്ടെ. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ള ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്തപ്പെടുത്താം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനീ വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാ. ഇനി കൊല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മണ്ണിലല്ല നിത്യവാസമെൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിരുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.
ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ആമേൻ കൊല്ലുന്ന മരണത്തെ ഘോരതര വിഷമല്ലു തകർന്നതാകയാൽ കൊല്ലുന്ന മരണത്തെ ഘോരതര വിഷമല്ലു തകർന്നതാകയാൽ ഇനി തെല്ലും ഭയാമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ സുഖത്തെ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മണ്ണിലല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിയാ മണ്ണിലല്ലേ നിത്യവാസമെന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിയാ ഇനി വിണ്ണീരവീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ കാത്തിടുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ഇഹലോകത്തിൽ ഇനി വേഗം വരും രാജരാജനെ ഹല്ലേലൂയ ജയ ഹല്ലേലൂയ ഹല്ലേലൂയ ജയ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കട്ടെ Jesus, Lord,
Thank you, Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. Shabala Baba Sika Banatia Junaras Atuni Litala Hatana Manina Dura Jalala Tigana Dura Chabushas Kaidi Bigadagadi Duminikadagas Shamdana Dela Jagadagas Hira Jala Digana Gadagas Shamdele Hira Boshia Tina Jagadagas. Thank you, Lord. Baba Baba Sikala Diaraganama Shandane Dudajalaga Shampana Divalagada Digade Shavala Baba Digalama Dudajamana Handana Digal Kata. Snehavanaya Pidave. നന്ദിയോടെ പ്രഭാതവേളയിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അങ്ങയുടെ പരിശുദ്ധ പാദാന്തികെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വവും പദവിയും അവകാശങ്ങളൊക്കെ നൽകി ഞങ്ങളെ യോഗ്യരാക്കി നിലനിർത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഇന്ന് പകൽവേള അനുഭവിച്ച സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കും. തിരുകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. അവിടുന്ന് മറച്ചുകൊള്ളണം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ അവിടുന്ന് സാവകാശം ഒരുക്കിയല്ലോ. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ, നന്ദി അപ്പാ, സ്തോത്രം. അനുഗ്രഹത്തോടെ അടിയങ്ങളെ മടക്കി അയക്കണം. ആദ്യവസാനം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിവാൻ കർത്താവേ ഇവിടുന്ന് കൃപ ചെയ്യണം. ഞങ്ങൾക്ക് നൽകിയ സങ്കീർത്തനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന നല്ല ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. കേൾപ്പിക്കാൻ പോകുന്ന നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും ഇരിക്കാമല്ലോ. കർത്താദാസൻ ശിബു പ്രശ്നമുട്ട് കടന്നു നോക്കി. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിശേഷിയാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെന്ന് പകൽവേളയിലും നമ്മുടെ മധ്യേ ആയിരിക്കുന്ന ബഹുമാന്യനും ആദരണീയമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് അവർക്ക് ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ, പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുന്നത് പോലെ പ്രിയ സഹോദരൻ റിജേഷിൻ്റെ മരണത്തുള്ള ബന്ധത്തിൽ, തുടർന്നുള്ള ഫ്യൂണൽ സർവീസിനുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ച സമയം മുതൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ദൈവം നൽകി, ദൈവം പരിപാലിച്ചു. ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ 3 മണിയായപ്പോൾ തിരികെ ഭവനത്തിൽ പേഴ്സണേജിൽ എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ക്ഷേമത്തോടെ എന്നെ ഇവിടെ മടക്കിക്കൊണ്ടുവന്നത്. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും
ക്രിസ്തുവേശുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇവിടുന്ന് യാത്ര പുറപ്പെട്ട സമയം മുതൽ തുടർമാനമായ യാത്രയും മറ്റുമായതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ശരീരത്തിലുണ്ടെങ്കിലും പ്രഭാതത്തിലുള്ള ആരാധന നഷ്ടപ്പെടുത്താതെ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ ഫ്യൂണറൽ സർവീസൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പര്യവസാനിപ്പാൻ ഇടയായി തീർന്നു. എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടുന്ന് യാത്ര തിരിച്ചത്. നമ്മുടെ XOP അംഗങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ അവധിയിൽ നാട്ടിലുള്ള പല ദൈവമക്കളും കടന്നു വന്ന് ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഇടയായി തീർന്നു. നമുക്ക് വേണ്ടി അല്പസമയം വേർതിരിച്ച് തന്ന് അവിടെ ശുശ്രൂഷയിൽ സഹകരിപ്പാൻ പ്രിയപ്പെട്ടവർ അവസരങ്ങളൊരുക്കി. അതിനുള്ള അവസരങ്ങളൊരുക്കിയ പ്രിയപ്പെട്ടവരുള്ള സഭയുടെ നന്ദി അവിടെ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ നമ്മുടെ മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ തോമസും ആ ശുശ്രൂഷയിൽ അവസാനം വരെ സഹകരിപ്പാൻ ഇടയായി. ഞങ്ങൾക്കൊരുമിച്ച് തിരികെ എറണാകുളത്തേക്ക് യാത്ര ചെയ്തു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. തുടർന്നും അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ്റെ കുടുംബത്തെ നിരന്തരമായി ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്കിടയായി തീരട്ടെ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മോടൊരുമിച്ച് ആരാധിച്ച പ്രിയ സഹോദരനാണ്. വൈകിട്ടത്തെ ആരാധന സർവീസിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന പ്രിയ സഹോദരനാണ്. എന്നാൽ ഈ വെള്ളിയാഴ്ച നമ്മോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് താനില്ല. താൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. പെട്ടെന്നുള്ള മരണം, വേർപാടുകൾ വളരെ വേദനയും ദുഃഖവും ഉളവാക്കുന്ന സംഗതികളാണ്. അത് ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേക സഹോദരിയെ ദൈവം ബലപ്പെടുത്തട്ടെ. ഈ സാഹചര്യങ്ങളൊക്കെ ധരണം ചെയ്യാനുള്ള കൃപ ആ പ്രിയ സഹോദരിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സമയങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കേവലം 2 മണിക്കൂർ മാത്രമാണ് ഒന്ന് വിശ്രമിപ്പാൻ സമയം ലഭിച്ചത്. പ്രത്യേകം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശേഷിയാൽ ഇന്നലെ മുതൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുവാനിടയായി എൻ്റെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത കൗൺസിലിനോടും പ്രത്യേക സെക്രട്ടറി ബ്രദർ സാം ജോൺസൺ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ പ്രവർത്തനങ്ങളെ ഓരോ ദിവസവും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനചിന്തകൾ കഴിഞ്ഞ രാത്രി വേളയിലും നമുക്ക് കേൾക്കുവാനിടയായി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയും വളരെ പ്രാധാന്യവും കൊടുക്കേണ്ട വിഷയമാണ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഇന്നലെ കേട്ടത്. പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ നന്നായി വചനം നമ്മുടെ മധ്യേ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തി. തുടർന്ന് ദൈവം ബലപ്പെടുത്തട്ടെ. ഇന്ന് പകലിലും തുടർന്നുമുള്ള കൂട്ടായ്മകൾ പ്രിയ കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ചായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരേണ്ടത്. പ്രിയ കർത്താവിൻ്റെ ദാസനും അനുഗ്രഹമായി ഭവിക്കേണ്ടത്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് അധികം സമയം എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാനുള്ള ആഹ്വാനം നൽകുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് നാം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്നു? അവസാനത്തെ വാക്യത്തിൽ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. എങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്നും അവിടെ ഓർപ്പിക്കുന്നു. എന്തിന് ദൈവത്തെ സ്തുതിക്കണം? രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം, അവൻ്റെ മഹിമാധിക്യ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എവിടെ സ്തോത്രം ചെയ്യണം? ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, എവിടെ സ്തോത്രം ചെയ്യണം, എന്തിന് സ്തോത്രം ചെയ്യണം, എങ്ങനെ സ്തോത്രം ചെയ്യണം, ആരൊക്കെ സ്തോത്രം ചെയ്യണം. ഈ 4 കാര്യങ്ങളും ഈ 6 വാക്യങ്ങളിൽ വളരെ സവിസ്തരമായി, ചെറിയ സങ്കീർത്തനമാണെങ്കിൽ 6 വാക്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അത് പഠിക്കുമ്പോൾ, അതിൻ്റെ ആഴങ്ങൾ പഠിക്കുമ്പോൾ വളരെ ചിന്തനീയമായ ഭാഗങ്ങളാണ് ഈ 150 സങ്കീർത്തനം.
ഞാൻ കർത്താവ് അനുവദിച്ചാൽ മറ്റേതെങ്കിലും അവസരങ്ങളിൽ അതിൽ നിന്ന് സംസാരിക്കാം. ഒന്ന് മാത്രം നമ്മൾ ഓർത്തുകൊള്ളുക, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. എന്തിന് ജീവനുള്ളത്? നമുക്ക് ജീവൻ നൽകിയത് നിമിത്തം. ഒരിക്കൽ ഈ ജീവൻ നമുക്കുണ്ടായിരുന്നതല്ല. സ്തോത്രം. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ദൈവത്തെ ജീവനുള്ളതെല്ലാം സ്തുതിക്കുവാനിടയാകണം. മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. എന്നാൽ നിത്യജീവങ്കിലേക്ക് തൻ്റെ മരണത്താൽ നമ്മെ വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ കഴിയില്ല. സ്തോത്രം. തൻ്റെ മരണത്താൽ നമുക്ക് നിത്യജീവൻ നൽകി. സ്തോത്രം. ഒരു മരണത്താൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ജീവൻ നൽകുന്നത്? ഞാൻ ആ ഭാഗങ്ങളൊന്നും പോകുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് നിമിത്തം, ദൈവം നമ്മെ സ്നേഹിച്ചത് നിമിത്തം നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്നേഹം വേറെ ഒന്നുമില്ല. സ്തോത്രം. അതിന് തത്തുല്യം പറയാൻ മറ്റൊരു സ്നേഹമില്ല. അതുകൊണ്ട് ദൈവം നമ്മിൽ ജീവൻ പകർന്നതുകൊണ്ട് ജീവൻ ലഭിച്ച നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിപ്പാനിടയാകണം. ആ നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ, ആ നല്ല തീരുമാനം നമുക്കുണ്ടാകട്ടെ. കർത്താവ് നമ്മേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ തുറന്നുള്ള സമയങ്ങൾ നമുക്കായിരിക്കാമല്ലോ. തുടർന്ന് വാക്യം പ്രസ്താവിക്കേണ്ടതിനായി കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. ഫോർ ബൈബിൾ റെസിറ്റേഷൻ our children will come forward. Brianna Bichu will lead the session. Please come forward. Praise the Lord. Isaiah 45 verses 22. Turn to me and be saved, all you ends of the earth, for I am God, and there is no other. Amen. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ ആഴ്ചയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവം കൂട്ടിവരുത്തി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തു. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കേണ്ടത് ബലത്തോടെ ആരോഗ്യത്തോടെ നടത്തേണ്ടതിനായി അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വളർച്ച, ഭാവിയെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രിയ കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ കരങ്ങളെ നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. നിത്യനായി ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, സഭയായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമെന്നുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. അവരെക്കാലത്തും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളട്ടെ കർത്താവേ. അവരുടെ വളർച്ചയിൽ, അവരുടെ പഠനത്തിൽ, ഭാവി കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തണം. എല്ലാറ്റിനുപരിയായി കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തിരുനാമത്തിന് സാക്ഷികളായി നിലകൊള്ളുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കും. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത്. നേരായ പാതയിൽ വചനത്തിൽ അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ, സ്വർഗീയ പിതാവേ. ആമേൻ. ഷൗട്ട് ഹല്ലേലൂയ. ആമേൻ. ബി സീറ്റഡ്. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യത്തിനായുള്ള സമയങ്ങൾ വേർതിരിക്കുന്നു. വേഗത്തിൽ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. As the deer panteth for the water, so my soul longeth after thee. You alone are my heart's desire, and I long to worship thee. You alone are my strength, my shield. To you alone may my spirit yield. You alone are
desire and I long to worship. Praise Lord. I'm very grateful to stand with all of you today and to praise His holy name among all of you saints. The last time I left Muscat was in this May, and when I left, I had a very different idea of what this year would look like. But once I got to Kerala, God opened very new and different doors for me. As some of you already know, I am currently pursuing a B.Ed M.Ed integrated program at Tata Institute of Social Sciences in Mumbai. This was not something that I had thought of as a direction in my life, but God has been with me in every step of the way, whether it is moving to the new city or my classes or finding new people there, being able to attend a church. In every way, God has been so very good to me, and I've seen His grace every moment and every step. I'm very grateful for all of that, and I'm very grateful for the church and all of its prayers. Alan is doing very well as well. He sends the church his regards. I request you all to keep us in your prayers. My name is Leanne. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെയും ഈ OPS സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കുഞ്ഞുങ്ങളോടൊന്നിച്ചും കുഞ്ഞുങ്ങളുടെ ഒന്നിച്ച് സന്തോഷിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അടുത്ത മാസം വിസ റിന്യൂവലുണ്ട്. അതെല്ലാം മംഗളമായി നടക്കുന്നതിനും പിന്നെയും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയും എന്നെയും എൻ്റെ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് എഴുന്നേൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ വെക്കേഷനായിട്ട് കുടുംബമായി നാട്ടിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ് കടന്നുപോയി ചന്തോചിതമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച ശ്രേഷ്ഠാസന കുടുംബത്തോടും ഇവിടെയുള്ള എല്ലാ ദൈവമക്കളോടും എൻ്റെ കുടുംബത്തെ നന്ദി അറിയിക്കുന്നു. ഇവിടുന്ന് സഹോദരങ്ങളൊക്കെ കടന്നു വന്നായിരുന്നു. എല്ലാവർക്കും സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. എല്ലാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. 2 ആഴ്ചക്കാലം ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം അടിയൻ്റെ മാതാവിനോടൊപ്പം ഇവിടെ ആയിരിക്കാനും ലാസ്റ്റ് ഫ്രൈഡേയും ഈ ഫ്രൈഡേയും ദൈവമക്കളോടൊപ്പം ദൈവദാസനോടൊപ്പം ഇവിടെ വന്ന് ആരാധിപ്പാനും എല്ലാം നല്ലൊരു കൂട്ടായ്മ എല്ലാം കർത്താവ് നൽകി തന്നതിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അടിയൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയല്ലോ. ഇന്ന് വൈകുന്നേരം അടിയൻ മിസ്വയിലേക്ക് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ അവിടുത്തെ കൂട്ടായ്മയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിത്താണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ വിസിറ്റ് വന്നൊരു കർത്തൃദാസനാണ്. എൻ്റെ പേര് സാബു എന്നാണ്. കോട്ടയം ജില്ലയിൽ കിറകച്ചാലിൽ IPCയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്നു. കഴിഞ്ഞ 27 വർഷമായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിട്ട് ഭാര്യയും 2 കുഞ്ഞുങ്ങളും എനിക്കുണ്ട്. അപ്പോൾ തന്നെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും പട്ടണങ്ങൾ തോറും വീതികൾ തോറും യേശുക്രിസ്തുവിൻ്റെ പവിത്ര സുവിശേഷത്തിൻ്റെ സന്ദേശവും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവും ടീമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു സാക്ഷിയായി നിൽപ്പാനും ദൈവം എനിക്കിടയാക്കിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾ ഈ രാജ്യത്തായിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. എൻ്റെ പേര് പാസ്റ്റർ ആമോദ് എന്നാണ്. ഞാൻ ചില ആഴ്ചകൾക്ക് മുൻപ് റൂബി ചർച്ചിൽ വന്ന് സാക്ഷ്യം പറയാനിടയായി തീർന്നു. ഈ രാജ്യത്തായിരുന്ന എൻ്റെ സ്റ്റേയിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെയിരുന്നു. ഏതാണ്ട് 1 മാസത്തോളം ഈ രാജ്യത്തായിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. റൂബി ചർച്ചിൽ ഞാൻ വന്നപ്പോൾ എൻ്റെ സാക്ഷ്യവും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിച്ചായിരുന്നു. എൻ്റെ മകൻ്റെ വിഷയം ഞാൻ ദൈവസഭയിൽ ഉണർത്തിച്ചത് ദൈവസഭ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മകൻ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിസിറ്റിംഗ് ടൈം കട്ട് ഷോർട്ട് ചെയ്ത് നാളെയോ മറ്റന്നാളോ തിരികെ നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കേണ്ടതിനും അവൻ്റെ സർജറി ഭംഗിയായി നടക്കപ്പെടേണ്ടതിനും എല്ലാ മുഖാന്തരങ്ങളും സ്വർഗത്തിലെ ദൈവം ഒരുക്കേണ്ടതിനും എൻ്റെ മടക്കയാത്രയിൽ ദൈവം കൂടെ ഇരിക്കേണ്ടതിനും ക്ഷേമത്തോടെ തിരികെ ഭവനത്തിലെത്തിക്കേണ്ടതിനും ഇനിയുള്ള നാളുകളിൽ കർത്താവ് ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോടെ കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ കുടുംബമായി ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനും ദൈവസഭയുടെയും അഭിഷിക്തന്മാരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ തിരിക്കുന്നു.
നന്ദിയാൽ ഉള്ളം തുടിച്ചിടുന്നു തല്ലയാം യേശു കാരുണ്യം. നന്ദിയാൽ ഉള്ളം തുടിച്ചിടുന്നു തല്ലയാം യേശു കാരുണ്യം. ഓരോന്നായി ധ്യാനിപ്പാനീതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നായി ധ്യാനിപ്പാനീതു നല്ല സന്ദർഭമാകുന്നു. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ. ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടു. ഇന്നലെ പൂവിൽ പാത്തേരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാത്തേരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. കൂടെ പ്രിയനെ പാടി സ്തുതി. പ്രൈസ് ദി ലോർഡ്. കർത്തരുடைய നാമം പരിശുദ്ധപ്പെടുவதாக. இந்த நாளிலும் கூட தெய்வத்தின் திரு சந்நிதியிலே சாட்சியாய் நிൽക്കുവാനും ജപ റിക്വസ്റ്റ് പറയുവാൻ ദൈവം കൊടുത്ത இந்த സന്ദർഭത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എഴുന്നിട്ട് നിൽക്കുന്ന എൻ്റെ മൂത്ത മകൻ ടോനിനുடைய എൻഗേജ്മെൻറ്റ് ഈവെൻറ്റ് ഡോക്ടർ ടീനാവോട് ഹല്ലേലൂയ பெங்களூர் கிளப்பில் வச்சு டிசம்பர் 13 നടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നുണ്ട്. ദൈവ സഭ மற்றும் പാസ്റ്റർ ഹല്ലേലൂയ എല്ലാവരും വന്ന് ഹല്ലേലൂയ ആ ഈവെൻറ്റിൽ കലந்துകൊണ്ട് ഹല്ലേലൂയ കപ്പിൾസുകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമ്പടിക്കായി ഹല്ലേലൂയ I invite you all. And also my younger son Richard hallelujah is also flying from Australia on this coming Monday. അവനുடைய പ്രാർത്ഥന അനുഗ്രഹങ്ങൾക്കായും തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം ഹല്ലേലൂയ നടക്കുവാനും തുടർന്ന് ഹല്ലേലൂയ സഭ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിയെ നിർത്തും. ഇവിടെ കേട്ട സാക്ഷ്യവാചകങ്ങളൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ പെതലിയാനെ നമ്മോട് ഒരുമിച്ച് ചില നാളുകൾക്ക് ശേഷം കടന്നു ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് അവസരമൊരുക്കി. പ്രിയ പൈതലിൻ്റെ പഠനം ആയിരുന്ന ഇടങ്ങളിൽ ദൈവങ്ങളെ പരിപാലിച്ചു. പഠനകാര്യങ്ങളൊക്കെ കൂടിരുന്നു. പിന്നെ ദൈവങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഗ്രേസിയാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചില നാൾ ശേഷം കടന്നു വരുവാൻ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. തുടർന്നും ദൈവം ബലപ്പെടുത്തട്ടെ. തൻ്റെ വിസ പ്രോസസ്സൊക്കെ വളരെ ഭംഗിയായി നടക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ജേക്കബ് വർഗീസ് ലീവിനുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നുപോയി. ദൈവം അവർക്ക് നൽകിയ ഭവനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഈ അവസരങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തു. തുടർന്ന് ദൈവം അവരെ സഹായിക്കേണ്ട കുടുംബമായി ദൈവം മാനിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ഗ്രേസ് ഷേർലിമാമയുടെ മകളും ഒരാഴ്ച ഇവിടെ ആയിരിക്കാൻ ദൈവം അവസരം ഒരുക്കി. ഇന്ന് പകൽവേള ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പേണ്ടയായല്ലോ. തുടർന്ന് തൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ നിസ്വയിലേക്ക് മടങ്ങിപ്പോകുന്നു. തൻ്റെ മടക്കിയ യാത്ര, തൻ്റെ തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവം കൂട്ടുന്ന സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ രണ്ടുപേരും നമ്മുടെ മധ്യമുണ്ട്. പ്രിയ പാസ്റ്റർ സാബു, അതുപോലെ പാസ്റ്റർ ആമോദ് നമ്മുടെ ഒരുമിച്ചെന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിപ്പാനുണ്ടല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം സഹായിക്കണം. പ്രത്യേകം ആമോദ് പാസ്റ്ററെ മകൻ്റെ സർജറിയുടെ വിഷയത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാം വളരെ ഭംഗിയായി നടക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ ജെയിംസ് റിച്ചാർഡിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിലേക്ക് ഇന്ന് കടന്നു പോകുന്നു. തൻ്റെ മകൻ്റെ ടോണിയുടെ വിവാഹ നിശ്ചയത്തോളം ബന്ധത്തിൽ കടന്നു പോകുന്നു. ദൈവം കൂടുന്നത് സഹായിക്കേണ്ടത്, യാത്ര അനുഗ്രഹമാക്കേണ്ടതിന്, വിവാഹ നിശ്ചയ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ഡിസംബർ 13 നടക്കുന്ന എൻഗേജ്മെൻറ്റ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം ഭവനത്തെ, ആ പ്രിയ സഹോദരനെ, തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. യാത്രയിലാകുന്ന പ്രിയ മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷേമത്തോടെ തക്ക സമയത്ത് അവിടെ ബാംഗ്ലൂർ എത്തിച്ചേരേണ്ടതിന് ദൈവം കൃപ ചെയ്യേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. സാക്ഷ്യവാചകങ്ങൾ പ്രസ്താവിച്ചില്ലെങ്കിലും പലവിധമായ വിഷയങ്ങളുടെ മധ്യത്തിൽ വളരെ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കേണ്ട പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തരേണ്ടതിന് ദൈവങ്ങൾ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായ സ്വസ്നായ പിതാവേ, ഈ പകൽക്കാലം കർത്താവ് വിശുദ്ധ ആരാധനയായ നിന്റെ സന്ധ്യയിൽ കൂടി വരുവാൻ സഹായിച്ച അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ചെറുകിടമേ കർത്താവ് ഞങ്ങളെ മറച്ച കർത്താവ്, ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ് ഇന്നത്തെ പാട്ട് പ്രാർത്ഥന എല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹീർണമായി തീർന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ് വിശുദ്ധ സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ ഓരോരുത്തരെയും ഞങ്ങൾ കർത്താവ് നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധ വിഷയങ്ങളോട് വിവിധ ഭാരത്തോടും കർത്താവ് സഹോദരങ്ങളായിരിക്കുമ്പോൾ കർത്താവ് തക്ക സമയത്ത് കർത്താവ് നീ കർത്താവ് നിൻ്റെ കാര്യം കർത്താവ് അത്ഭുത കാര്യങ്ങൾ കൊടുത്ത് കർത്താവ് നീ പ്രവർത്തിക്കുമാറാണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവ് യാത്രയിലാകുന്ന കർത്താവ് ഭാഷയെ കൂട്ടിയെടുത്തതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ദുഃഖത്തിലായിരിക്കും ഞങ്ങളുടെ ഭവനത്തെ ഓർത്തുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് ആശ്വാസം കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കുമാറാകണമേ കർത്താവ്. കർത്താവ് വിസിറ്റ് വന്ന കർത്താവ് ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അവരുടെ ആവശ്യങ്ങളെ നീ അറിയുന്ന കർത്താവ്. തക്ക സമയത്ത് കർത്താവ് നീ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് ഞങ്ങൾ കർത്താവ് വിവാഹം നിശ്ചയിച്ച് പൈതലിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. തക്ക സമയത്ത് കർത്താവ് എൻ്റെ ചടങ്ങുകളെല്ലാം കർത്താവ് ഭംഗിയായി നിർവഹിക്കുവാൻ സഹായിക്കുമാറാണ് കർത്താവ്. ഇവിടുന്ന് നാട്ടിലേക്ക് യാത്രയാകുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. നാട്ടിൽ നിന്ന് കർത്താവ് കടന്നു വരുന്നവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അങ്ങനെ കർത്താവ് ഞങ്ങൾ അല്പസമയം കർത്താവ് നിൻ്റെ സന്നിധിയിലിരിക്കുന്ന കർത്താവ്. കർത്താവ് സന്നിധി മുഖത്തോടെ ഇരുത്തുവാണ് വചനം സൂക്ഷിക്കുന്ന ദാസനെ ഏൽപ്പിക്കുന്ന കർത്താവ്. കർത്താവ് വചനം കർത്താവ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കർത്താവ് പ്രക്രിയ ചെയ്യുവാൻ സഹായിക്കുമാറാണ് കർത്താവ്. അല്പസമയം നിൻ്റെ സന്നിധി ഇരുത്തുന്ന സന്നിധി മുഖത്ത് വരുത്തുന്നതായ സ്തോത്രം. പ്രാർത്ഥന ഏട്ടനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാം. യാതൊരു മുഖവരുകളും കൂടാതെ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സ്വന്തം നമുക്ക് ഏവർക്കുമായിരിക്കും. Praise God. Good to be in the house of the Lord. Amen. ത്രിയേകനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗം നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ രാജൻ അവറുകൾ കുടുംബം, മറ്റുള്ള എല്ലാ പാസ്റ്റേഴ്സ്, എല്ലാ മിനിസ്റ്റേഴ്സ്, എൽഡേഴ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ആമേൻ. ഒരുമിച്ച് നമുക്ക് ആരാധനയിൽ കൂടി വരുവാൻ കർത്താവ് കൃപ നൽകി തന്നു. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ ദൈവജനം ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു വിശുദ്ധ ഗണത്തോട് ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗം നൽകി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. How many of you are really happy in the presence of the Lord? Amen. How many of you are really happy in the presence of the Lord? Okay. Praise God. We are in the presence of the Lord, and there is nowhere else in this world where we can find the real happiness and joy other than the presence of the Lord. Amen. So I do believe that this is a time when we are in this presence. Let's enjoy the presence of the Lord. Okay? ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എൻജോയ് ചെയ്യുവാൻ കർത്താവ് കാരണമാക്കി തീർക്കട്ടെ. I do believe this is a public meeting where most of the believers comes in here. I just want to extend the greetings of most of the people കുറേ ex-OPAs ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അവരുടെ ഗ്രീറ്റിങ്സ് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ തമ്പി മാത്യു ഫാമിലി, you all know Pastor Thambi Matthew, right? Pastor Thambi Matthew family, brother Simon Givergis, Mama Chan. Our associate pastor, Pastor Danny David, is one of the OPA ex-member from Sohar. Brother Justin, Korea families അവിടെ ഉണ്ട്. And they have extended their greetings to you. കർത്താവദാസൻ ബ്രദർ സാം ചില വർഷം ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പേ അവിടെ ഞങ്ങളുടെ ചർച്ചിൽ വിസിറ്റ് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. And he has seen the church. By grace of God, we are people of God who worship. So I just want to bring the greetings from Calvary Assembly, from where I am the lead pastor. കഴിഞ്ഞ 16 വർഷമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ചർച്ച്
ഒരു 2010 ആ ചർച്ച് ആരംഭിച്ചപ്പോൾ we were 7 families, 7 കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് ആരംഭിച്ച ആ ചർച്ചിൽ ദൈവകൃപയാൽ 500+ members ഉള്ള ഈ ചർച്ച ഇപ്പം. And we have more than 16 pastors in that church. 16 പാസ്റ്റർമാരുണ്ട്, where 7 pastors are appointed pastors and rest are the pastors who help. So a group of people who love the Lord send greetings to the church here. And I just want to let you know that we love you in Christ. Amen. ഇന്ന് പകൽക്കാലം ദൈവവചനം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ കടന്നു പോകുന്നു. And I want your undivided attention to the word of God. മിക്കവാറും what happens is that we want to hear the word. Let me tell you this. ദൈവവചനം നമ്മൾ ശ്രവിക്കുന്നത്, നമ്മൾ സാധാരണ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ഒരു പദമുണ്ട്, ഭയങ്കര പ്രസംഗമായിരുന്നു ഇന്ന് കേട്ടോ, ഭയങ്കര പ്രസംഗമായിരുന്നു. എന്തുവായിരുന്നു പ്രസംഗം? ഭയങ്കര പ്രസംഗമായിരുന്നു. എന്തുവായിരുന്നു? അയ്യോ എന്താണെന്ന് പറയാൻ അറിയത്തില്ല, പക്ഷെ ഭയങ്കര പ്രസംഗമായിരുന്നു. എന്തുവായിരുന്നു അത്? ടോപ്പിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഭയങ്കര പ്രസംഗമായിരുന്നു. വി ഡോണ്ട് വാണ്ട് ദാറ്റ്. അതല്ല നമുക്ക് വേണ്ടിയത്. വാട്ട് എവർ ദ വേർഡ് ഓഫ് ഗോഡ് കംസ് ഇൻ, അത് നമുക്ക് മനസ്സിലാക്കണം. ഇറ്റ് ഹാസ് ടു ട്രാൻസ്ഫോം അവർ ലൈഫ്. ദൈവവചനം ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാതെ ഇവിടെ കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് പോകുന്നതല്ല. മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് റിയലി ട്രാൻസ്ഫോംസ് us. ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വേർഡ് ഓഫ് ഗോഡ് ഇൻഫോർമേഷൻ അല്ല, വേർഡ് ഓഫ് ഗോഡ് ഈസ് ഇൻസ്പിറേഷൻ. Okay? And inspiration always get into transformation. Inspiration. അപ്പം കുഞ്ഞുങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് just I will go both bilingual. I will be in English as well as in Malayalam. ഞാൻ ജനിച്ചു വളർന്നതല്ല നോർത്ത് ഇന്ത്യ അല്ല കേട്ടോ, ഞാൻ പക്ക ഹിന്ദിക്കാരനാണ്. ജനിച്ചു വളർന്ന നോർത്ത് ഇന്ത്യ അല്ല, മധ്യപ്രദേശിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. ഇത്രയും സംസാരിക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കുവാണെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന ദൈവവചനത്തിൽ കൂടി ദൈവം നൽകി തന്നിരിക്കും. Amen. I appreciate somebody who would really help me in reading with Malayalam too. Let's go to 1 Corinthians chapter 2 and verse 9 and 10. 1 കൊരിന്ത്യർ, അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. Let me go in English first. However, it is written, no eyes has seen, no ears have ever heard, no mind has conceived what God has prepared for those who love him. But God has revealed it to us by his Spirit. The Spirit searches all things, even the deep things of God. Let me read. Let somebody read in Malayalam too. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയാനില്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ലേഖനമായി ഈ ഒരു ലേഖനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമാധികാരം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്വം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹിമ, അതിനെക്കുറിച്ചൊക്കെ വർണ്ണിച്ചെഴുതുന്ന ഒരു ലേഖനത്തിനകത്തിൻ്റെ ഈ ചാപ്റ്ററിൽ താൻ പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. So Apostle Paul, I want for the kids just to listen this to, like Apostle Paul, a great man of God who had the revelation about Jesus Christ. He is lifting up Christ, glorifying Christ. One of the things we need to understand that every time when we worship, Christ has to be glorified. Amen. There is no worship when man is glorified. Every worship should glorify Jesus Christ. Our testimony should glorify Jesus Christ. Our wordings should glorify Jesus Christ. Our preachings should glorify Jesus Christ. നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധന ഇവിടെ ആരാധിക്കുമ്പോൾ ഇവിടെ വേറെ ആർക്കും ഒരു പ്രസക്തിയുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം ഉയരണം. ഒരാരാധന പാട്ട് പാടുമ്പോൾ അവിടെ മനുഷ്യനെ അല്ല ഉയർത്തുന്നത്, അവിടെ കർത്താവിനെ ഉയർത്തുന്നത്.
ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാ ശുശ്രൂഷയിലും കർത്താവ് ഉയരുന്നില്ലെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ ആര് വന്നു ആര് പോകുന്നു അതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ആരിയ്ക്കുന്നു അതിനകത്തൊരു കഥയില്ല. ഞാൻ ആരെന്നു നിങ്ങൾ ആരാണെന്നു ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നമുക്ക് വേണ്ടി കർത്താവായിരിക്കുന്നു. ആരായിരിക്കുന്നു? അതാ ഏറ്റവും വലിയ കാര്യം. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയമെല്ലാം കർത്താവിലേക്ക് ഉയരട്ടെ. നമ്മുടെ ശുശ്രൂഷകളെല്ലാം കർത്താവിലേക്ക് ഉയരട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള കർത്താവ് ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഫിസിക്കലി നമ്മൾ കർത്താവിനെ കാണുന്നില്ലെങ്കിലും ത്രിയേകനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. സോ when Paul is talking about this Christ, he just want to live Christ. അത് പറഞ്ഞു വന്നപ്പോൾ ദൈവത്തിന്റെ വല്ലഭത്വത്തെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ താൻ 9-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, no eyes have seen, no ears have ever heard, no mind has conceived what God has prepared for those who love him. ഈ ഒരു കോട്ട് he is quoting this from Isaiah. യെശയ്യാ പ്രവാചകന്റെ ഒരു കോട്ട ആക്ച്വലി പൗലോസ് ഉദ്ധരിച്ച് പറയുന്നത്. യെശയ്യാ പ്രവാചകനിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ അതിൻ്റെ 64-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഈ കോട്ട് അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോ. ഒന്ന് യെശയ്യാ പ്രവചനം അതിൻ്റെ 64-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചെന്ന്. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. നീ അല്ലാതൊരു ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഈ ഒരു കോട്ട് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ശ്രദ്ധിക്കണം. I want you to understand the context of this. When Isaiah was talking about this, like no eyes have ever seen, no ears have ever heard, never it has come to any mind. യെശയ്യാവ് ഇത് പ്രവചിക്കുന്നത് അന്നത്തെ ഇസ്രായേൽ ജനത്തോടാണ് പ്രവചിക്കുന്നത്. ദാറ്റ് മീൻസ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ ഏകദേശം ക്യാപ്റ്റിവിറ്റി അവസാനിക്കുന്ന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തിൽ നൽകി കൊടുക്കുന്ന പ്രാവചനിക ശബ്ദമായിട്ട് ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, നിങ്ങളൊരു പ്രവാസത്തിലേക്ക് കടന്നു പോയിട്ടുമുണ്ട്, പക്ഷെ നിങ്ങളോട് ദൈവത്തിന് അരുളപ്പാട് പറയാനുണ്ട്. ദൈവത്തിൻ്റെ ജനം എക്കാലത്തും കഷ്ടപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ജനം എക്കാലത്തും ഒരു സ്ലേവ് ആയിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ജനം എക്കാലത്തും കണ്ണുനീരോട് പോകുകയില്ല. ദൈവത്തിൻ്റെ ജനം എക്കാലത്തും ഈ പരിമിതിക്കകത്ത് ഉള്ളൊതുങ്ങി നിൽക്കുകയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ജനത്തോട് പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതലേ പ്രവർത്തിച്ച ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഒരു പ്രാവചനിക ശബ്ദം ആ ജനത്തോട് വിളിച്ച് പറയുക, നിങ്ങളുടെ ലക്ഷ്യം തെറ്റാൻ പാടില്ല. നിങ്ങളുടെ വേദനയ്ക്ക് അറുതിയുണ്ട്, നിങ്ങളുടെ ഭാരങ്ങൾക്ക് അറുതിയുണ്ട്, പരിമിതിക്ക് അറുതിയുണ്ട്. അതിനപ്പുറമായി പ്രവർത്തിക്കാൻ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അതാരുടെയും ഹൃദയത്തിൽ വന്നിട്ടില്ല. യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഇസ്രായേൽ മക്കളോട് ഫിസിക്കൽ തലത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. Amen. So when Isaiah was talking this, he was talking about the people of the Lord who were suffering, who were under boundaries, who had no other connections. They were feeling that they are isolated. They didn't have a way. And God is saying, you have a way. You have a way because God is going to open the way. But the problem is this, the way that God has opened, no eyes have ever seen, no ears have ever heard, and never it came to any mind. അതിൻ്റെ അർത്ഥം, ദൈവം തുറക്കുന്ന വഴി കണ്ണും കൊണ്ട് കാണാൻ സാധിക്കത്തില്ല. ദൈവം തുറക്കുന്ന വഴി നിശ്ചയം കൊണ്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വഴിയല്ല ഉള്ളത്. നീ അറിയുന്നതും നീ കണ്ടിട്ടുള്ളതും നീ കേട്ടിട്ടുള്ളതും അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. നീ കണ്ടിട്ടും കേട്ടിട്ടുള്ളത് രീതിയിലൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ മാനുഷിക കണ്ണുകൾ കാണാത്തതും മാനുഷിക ചെവികൾ കേൾക്കാത്തതും മാനുഷികമായ ഹൃദയത്തിൽ വിചാരിക്കാൻ പോലും പറ്റാത്തത്
എത്ര AI ഡെവലപ്പ് ചെയ്താലും, എത്ര ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്താലും, എല്ലാ ഇന്റലിജൻസിനെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പ്രവചനാത്മാവിൽ ഇന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടി ഈ ദൈവസഭയ്ക്കകത്ത് വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന് ജീവിതത്തെ നോക്കിക്കൊണ്ട്, ശുശ്രൂഷകളെ നോക്കിക്കൊണ്ട്, കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന് പ്രാവചനികമായ ഒരു ശബ്ദം പറയാനുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അത് ആരുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. അത് നിന്റെ ഫിസിക്കൽ റലത്തിൽ മാത്രമല്ല, നിന്റെ ആത്മീക റലത്തിലും, നിന്റെ കുടുംബത്തിലും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും, നിന്റെ തലമുറയുടെ ജീവിതത്തിലും ഇന്ന് പകൽക്കാലം പ്രാവചനിക ദൂതായി പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അക്കരങ്ങൾ തട്ടി അല്പനേരം ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇതൊരു പ്രവചനമായി തുടങ്ങട്ടെ, പ്രാവർത്തികമായി മാറട്ടെ. ദൈവ ശബ്ദം ഇവിടെ മുഴങ്ങട്ടെ. കാദേശ് മരുഭൂമിയിൽ മുഴങ്ങിയ ദൈവ ശബ്ദം മേടുകളെ ഹല്ലേലൂയ, എല്ലാ മരങ്ങളുടെ തോലിരിക്കുന്ന ദൈവ ശബ്ദം, മേൻപാടുകളെ ഹല്ലേലൂയ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം ഇന്ന് ആ ശബ്ദമായി ഇവിടെ മുഴങ്ങട്ടെ. I just pray in the name of Jesus. Horabashakela rekena nabagastura baudalaga siandane hadarabigaana nabo shamdale ഇവിടെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ പരിമിതിക്കപ്പുറം, നിന്റെ വ്യക്തിത്വത്തിനപ്പുറം, നിന്റെ അറിവിന്റെ അപ്പുറം, നിന്റെ ഇന്റലിജൻസിന് അപ്പുറം എവിടെ ബുദ്ധി നിശ്ചലമാകുന്നു, എവിടെ പ്രവൃത്തി നിശ്ചലമാകുന്നു, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത മണ്ഡലത്തിൽ സ്വർഗത്തിലെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചനമായി വിളിച്ചു പറയട്ടെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when we study prophets and prophecies, പ്രവചനങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസിക്ക്, സ്പെഷ്യലി ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫസിക്ക് രണ്ട് ധ്രുവങ്ങളുണ്ട്. ഓക്കെ, വൺ ഈസ് ഇൻഹെറന്റ് പ്രൊഫസി, സെക്കൻഡ് ഈസ് എസ്കറ്റോളജിക്കൽ പ്രൊഫസി. ഓക്കെ, ഏത് പ്രവചനം, പഴയ നിയമത്തിൽ പ്രവചനം പഠിക്കുകയാണെങ്കിൽ എല്ലാ പ്രവചനങ്ങളും, പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ് ഹാസ് ടു വേസ് ടു അണ്ടർസ്റ്റാൻഡ്. ഒന്ന് ഇൻഹെറന്റ് മീൻസ് അപ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. സെക്കൻഡ് എസ്കറ്റോളജിക്കൽ, ദാറ്റ് മീൻസ് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. യെശയ്യാ പ്രവചനം ഈ 64 അധ്യായത്തിൽ അപ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യം കുറിച്ച് യെശയ്യാ പ്രവചിക്കുന്നത്. അതിൻ്റെ അപ്പുറം യെശയ്യാ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു പ്രവാചകൻ എന്ന നിലയിൽ താൻ ദൈവശബ്ദം വിളിച്ചു പറയുന്നതേ ഉള്ളൂ, എല്ലാം മനസ്സിലാകണമെന്നില്ല. അപ്പോൾ താൻ വിളിച്ചു പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അപ്പോൾ സംഭവിക്കുന്ന വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് അത് കടമെടുക്കുന്നു. ആ പ്രവചനം പൗലോസ് കടമെടുത്തിട്ട് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ കംപ്ലീറ്റ് റലം മാറുക. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ അപ്പോഴത്തെ വിടുതലല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദൈവസഭയ്ക്കകത്ത് ദൈവ ശബ്ദമായി അത് മുഴങ്ങുവാൻ പൗലോസ് യെശയ്യാന്റെ പ്രാവചനിക ശബ്ദം കടമെടുത്തിട്ട് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ആ കൊരിന്ത്യ സഭയ്ക്ക് മാത്രമല്ല, ഒമാൻ പെന്റിക്കോസ്റ്റൽ അസംബ്ലിക്കകത്ത് ഇരിക്കുന്ന ഓരോ കുടുംബത്തോടും ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അറിയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ തന്നെ വരുവാനുള്ള കാലഘട്ടത്തിലും കൂടി ഒരു പ്രവചനമാണെന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാകും. ഇനിയും പൗലോസ് ആ ഭാഗം എടുത്തും കൊണ്ട് Paul is just picking that one part, 64:4, Isaiah 64:4 മാത്രം എടുത്തിട്ട് ഒരു അഡീഷൻ കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചേ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആ 1 Corinthians chapter 2 verse 9 വായിക്കാം. അപ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാകുന്നത്. വായിച്ചെന്ന്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് താഴെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് as the scripture has written, as the scripture has ordained. അപ്പോൾ വചനം എടുത്തിട്ടാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് നോക്കിക്കുന്നത്, നമുക്കോ ശ്രദ്ധിച്ചേ, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച രണ്ട് ഭാഗം, ഐസയ പറഞ്ഞത് കംപ്ലീറ്റ് ഡിഫറെന്റാ. പൗലോസ് പറയുമ്പോൾ ആ സംഭവം എടുത്തിട്ട് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് കൊണ്ടുവരുന്നത്. പൗലോസ് അത് എടുത്തിട്ട് പറയുക, നമുക്കോ ഇത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ വന്നിട്ടില്ല, പക്ഷെ നമുക്കോ
നമുക്കോ എന്ന് പറയുമ്പോൾ ആരാ ഉദ്ദേശിക്കുന്നത് അറിയാമോ? കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആത്മപൂർണരായിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു ആറ് ഹൃദയത്തിൽ വരാത്ത കാര്യം ഈ കാലഘട്ടത്തിൽ നമുക്കോ അടുത്തത് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് നോ ലോങ്ങർ ഹിഡൻ ഫോർ us it is revealed. ഒരു കാലഘട്ടത്തിന് ജനത്തിന് ഇത് റിവീൽഡ് അല്ലായിരുന്നു. നമുക്കോ ആ പരിശുദ്ധാത്മാവിനാൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രവചനത്തിനും 2 ഭാഗമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി എന്താണെന്ന്, അത് വരുവാനുള്ള കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മ ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ പൗലോസ് ഇപ്പം പറയുന്നത് എസ്കറ്റോളജിക്കൽ കാര്യം പറയുന്നത്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. So when Paul is talking about, he is talking about what is going to happen in future. But at the same time, യെശയ്യാന്റെ കാലഘട്ടത്തിൽ, യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഭാഗം അന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളോട് ദൈവത്തെ ആത്മാവ് സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ? ഹല്ലേലൂയ. നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തത്, നിങ്ങളുടെ വിചാരം എത്ര അധികം നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും, എല്ലാ വിചാരങ്ങളും ഒരുമിച്ച് വെച്ചാൽ പോലും നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്ര നിരൂപിച്ചാലും നിരൂപണത്തിൻ്റെ അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എല്ലാ അവിശ്വാസം ഇപ്പോൾ മാറട്ടെ. എല്ലാ അവിശ്വാസം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പിശാച് മന്ത്രിക്കും, നടക്കത്തില്ല എന്ന് പിശാച് മന്ത്രിക്കുമ്പോൾ പിശാചിന് എല്ലാ മന്ത്രങ്ങളും നടക്കത്തില്ല വാദിക്കുന്നു, നിന്നെ ഭയപ്പെടുത്തുന്നു, ഇതൊരിക്കലും അപ്പുറം കടക്കത്തില്ല, ഇതിനപ്പുറം ഇതൊരു വിടുതലില്ല എന്ന് വാദിക്കുന്ന മണ്ഡലത്തിൽ ഈ സപ്തം വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? അവിശ്വാസത്തിന്റെ മണ്ഡലങ്ങളെല്ലാം താഴെ വീഴട്ടെ, വിശ്വാസത്തിന്റെ വാക്കുകൾ ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിശ്വാസത്തെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ പറയാൻ പറ്റുമോ? എന്റെ വിഷയത്തിൽ ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ആരെയും ഹൃദയത്തിൽ നിരൂപിക്കുന്ന അപ്പുറം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? പിശാച് എത്ര കൊടി ഉയർത്തിയാലും, പിശാച് എത്ര വിധമായ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്താലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗമുണ്ട്. സ്വർഗം പ്രവർത്തിക്കും, ആര് തടുക്കും? How many of you can take this as a prophecy for you today? How many of you can take it as a prophecy for you today? Speaking up to this prophecy. But the reality is not just that. The reality is far beyond this. The reality is far beyond this. Now, I want to show you at least 2 or 4 things here. Number one, there is a limitation of human understanding. First of all, in every situation, understand this. Human understandings are always limited. എല്ലാ സാഹചര്യത്തിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനുഷികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഒത്തിരി കുറവാണ്. നമ്മളൊക്കെ ഇരിപ്പും നമ്മുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ അല്ലേ? വി ഹാവ് ഡൺ എവറിത്തിങ് മയൻസ്, എന്നെ കവിഞ്ഞ് വേറൊരാളില്ല എന്ന തലത്താണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ മിക്കവാറും നമ്മുടെ മാനുഷിക നിലയിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാവരും ബലം ക്ഷയിക്കുന്ന സമയമുണ്ട്. നമ്മളെല്ലാവരും വരും നമ്മൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് ഒരു 10 വർഷം മുമ്പേ, അല്ലെങ്കിൽ ചിലർ, ഞാൻ യൗവനക്കാരോട് പറഞ്ഞത് 10 years ബാക്ക്, അല്ലെങ്കിൽ പ്രായമുള്ളവർ 50 years 60 years ബാക്ക്, ഹാവ് വി എവർ തോട്ട് അബൌട്ട് നമ്മളൊക്കെ ഈ സ്റ്റേജിൽ കർത്താവിനെ ആരാധിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്ന ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നോ ഐസ് ഹാവ് എവർ സീൻ, നോ ഇയേഴ്സ് ഹാവ് എവർ ഹേർഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് ഒരു ലിമിറ്റേഷനുമില്ല. ആമേൻ.
Amen. എത്ര ചിന്തിച്ചിട്ട് ചിന്തയ്ക്കകത്ത് ഒരു അന്തം വരാതിരിക്കുമ്പോൾ, അതിന് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ, സിമ്പിൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതെല്ലാം എടുത്ത് ആ സ്വർഗത്തിലെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താൽ മതി. ബുദ്ധി ചലിക്കാത്ത സമയത്ത്, വാക്കുകൾ പോലും, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വാക്കുകൾ പോലും വരാതിരിക്കുമ്പോൾ, വാക്കുകളുടെ ബലത്തിലല്ല, വാക്കുകളുടെ പെരുപ്പത്തിലൊന്നുമല്ല ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് അവസാനിക്കുന്ന നിമിഷത്തിലാണ് ദൈവത്തിന് അണ്ടർസ്റ്റാൻഡിങ് ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഒന്ന് അവസാനിപ്പിച്ചിട്ട്, കർത്താവേ ഇത് എനിക്ക് പറ്റത്തില്ല, ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ചില കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താമെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ അണ്ടർസ്റ്റാൻഡിങ് നിശ്ചലമായിരിക്കുമ്പോൾ, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് അവസാനമായിരിക്കുമ്പോൾ, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഗാഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ്. Zubana Rabba Shatalagasia. I just want to worship God. Come on, let's give a big hand to the Lord and worship the name of the Lord. Everybody, let's worship. Let him give him all glory, all honor, all praise to this mighty God. There is nothing. Juraba Shamdalagasia. Hatorobo Shakelagasia. ദൈവദാസന്മാരായി ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ ഇവിടെ വരെ വന്നത് ഞങ്ങൾ വിചാരിച്ചിട്ടല്ല, ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവം നൽകി തന്നാൽ മാത്രമേ ഉള്ളൂ. എല്ലാ ദൈവദാസന്മാരോട് പറയട്ടെ, ശുശ്രൂഷ നമ്മുടെ കൈബലം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി ബലം കൊണ്ടല്ല. ശുശ്രൂഷ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുമല്ല. ദൈവത്തിന്റെ കൃപ. ബുദ്ധി നിശ്ചലമാകുമ്പോൾ വെളിപ്പാടിന്റെ തുറമുഖം തുറന്ന് ഇവിടെ വരെ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി. ഓ റബ ശതലെ ജീബാന രഗഡഗ ധുരബ ശംദലെ തേരബ ഗതുരബ ഉസിയംദോര ബോഷിയംദലെ ഹതര ബിഗാലല ബോഷതലഗസിയ. We worship your God. We give you glory. Rokola shamdalagasi. Zibanarash. The very first thing, human understanding is limited. Second thing, when human understanding is limited, the second important thing, God got it. God got it. That means നമ്മൾ അന്ധതയിൽ ഇരിക്കാതിരിപ്പാൻ ദൈവം അത് വെളിപ്പെടുത്തി. പൗലോസ് പറയാ, യെശയ്യാവിന് അത്ര വെളിപ്പാട് കിട്ടിയില്ല, യെശയ്യാവിന് ആ വെളിപ്പാട് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ പൗലോസ് അപ്പുറത്തെ വെളിപ്പാടാ. അവർക്ക് മറഞ്ഞു കിടന്നത് നമുക്ക് വെളിപ്പെട്ട് നൽകി തന്നു. ഇന്നും ഈ ദൈവവചനം കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയും വെളിപ്പാടുകൾ തുറന്നു തരുന്നത് ദൈവത്തിൻ്റെ കൃപയാ. നമ്മുടെ നാല് ചുറ്റും പലരുമുണ്ട് ദൈവമക്കളെ. പലരെയും അന്ധമായി അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ, ആരാധനകൾ പോലും പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്നും അവർ ആരാധിക്കുന്ന ആരെയാണെന്ന് നന്നായി മനസ്സിലാക്കാതെ ആരാധിക്കുമ്പോൾ, ഒരു കൂട്ട ജനം ഇതിനകത്തിരുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സാക്ഷീകരിച്ചിട്ട് അവൻ്റെ വിളി കേട്ടിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ട ജനം ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകളുടെ മേൽ ഇരുട്ടുകളെ മാറ്റി കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി നൽകി തന്നതുകൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തേ. എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല, എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. അന്ധതയിൽ കിടന്ന നമ്മളെ, അന്ധകാരത്തിൽ കിടന്ന നമ്മളെ, പാപത്തിന്റെ പിടിക്കകത്ത് കിടന്ന നമ്മളെ, പിശാചിന്റെ വനക്കകത്ത് കിടന്ന നമ്മളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, ക്രൂശിലെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിച്ചു, സകല രോഗത്തെയും മാറ്റി ഇന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കൃപ നൽകി തന്ന, കണ്ണുകളുടെ ഇരുട്ടുകൾ മാറ്റി, കണ്ണുകളുടെ ഇരുട്ടുകൾ മാറ്റി സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കണ്ണുകൾ തുറന്ന, വെളിപ്പെടുത്തി നൽകി തന്ന പരിശുദ്ധാത്മാവിനായി ആ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തോത്രം ചെയ്തെന്ന്. We have all the reason to worship our God. We have all the reason to worship our God because He revealed. Number 3, He didn't just reveal. Now the question is, what God has prepared. എന്ത് ഒരുക്കിയെന്നായി പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇമിനൻ്റായി അപ്പോൾ തന്നെ സംഭവിച്ച കാര്യത്തിൽ ഒരുക്കിയത് ആ ഫിസിക്കൽ തലത്തിലുള്ള വിടുതല. അത് നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഈസ് എസ്കറ്റോളജിക്കൽ? നമുക്ക് വേണ്ടി ഈ പൗലോസ് ഇപ്പം പറയുന്നത് ഫിസിക്കലിനെക്കാട്ടിലും സ്വർഗീയമാണ്. വാട്ട് ഈസ് ദാറ്റ്? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്പർ 1, what God has prepared. Number 1, what God has prepared. John chapter 14 verse 2 and 3. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ പാരഫ്രൈസ് ചെയ്ത് വായിക്കാം. In my father's house there are many rooms. I am going there to prepare a place for you. What is that in Malayalam?
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ പറയുന്ന കാര്യം എസ്കറ്റോളജിക്കലാ. എസ്കറ്റോളജിക്കൽ മീൻസ് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ പറയുന്നത് നമുക്കോ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ആറ് ഹൃദയത്തിൽ വരാത്ത കാര്യം നമുക്ക് വെളിപ്പെടുത്തി നൽകി തന്നിട്ടുണ്ടെന്നേ. ഇന്നും പലരെയും കണ്ണ് കാണുന്നില്ല, ഇന്നും പലരെ ചെവി ഇത് കേൾക്കുന്നില്ല, ഇന്നും കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി നൽകി തന്നത് കൊണ്ടാണ് ഇത് ഗ്രഹിച്ച് സന്തോഷിക്കും. നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മളെപ്പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകത്തിൽ 2 കോടിൻ്റെ വീട് നീ വെച്ചു എന്ന് പറയുന്നേക്കാൾ ഉപരിയായി സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട്, അതിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രവചനം കേട്ടിട്ട് 2 കോടിൻ്റെ വീട് ദൈവം നിനക്ക് നൽകി തരുന്നു 6 മാസത്തിനുള്ളിൽ, ജൂലൈ 16 മുമ്പിൽ നിനക്കത് കിട്ടും, 2026 കിട്ടും എന്ന് പറയുമ്പോൾ ആ സന്തോഷം ഉണ്ടാകുന്നേക്കാളും അപ്പുറം സന്തോഷം ഉണ്ടാകണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി നൽകി തരുക. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഓരോ ദൈവജനത്തിന് വേണ്ടി ഇവിടെ ഭവനം ഉണ്ടായാലും ഇല്ലെങ്കിലും, ഇവിടെ ഭവനങ്ങൾക്കൊക്കെ ഒരു പരിമിതി ഉള്ളപ്പോൾ ഒരിക്കലും ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ കരവിരുത് കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അവൻ ശില്പിയായി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഭവനത്തെ ഓർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ വന്നിട്ടില്ല. പക്ഷേ ആത്മാവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുത്തി നൽകി തന്ന ആ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമക്കളുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ദൈവങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന് Zubana Regadagashia. There is a beautiful palace, a beautiful mansion that God has made for us. A child of God has all reason to worship God. Child of God has all reason to glorify God because we are called for this house. See, when we look into eternity beginning and eternity end നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഡിസ്റ്റൻസ് ദൈർഘ്യമൊക്കെ is light years, light, so many crores and billions light year distance ഉണ്ടെന്ന് ശ്രദ്ധിച്ചോ. Okay, from the eternal beginning to the eternal end. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കുന്ന 70 വർഷം is nothing. എറ്റേർണിറ്റി മൊത്തം കർത്താവിനോടൊപ്പമുള്ള വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. ദൈവമക്കളെ, ഇവിടെ വലിയ ആളായില്ലെങ്കിലും, ഇവിടെ വലിയ പദവികളൊന്നും കിട്ടിയില്ലെങ്കിലും, ഇവിടെ വലിയ താരങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും, നമുക്ക് നമ്മുടെ കർത്താവിനുള്ള ഒരു വാസസ്ഥലം അവൻ ഒരുക്കി വെച്ചു. അതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? The very first thing what Holy Spirit has revealed is that we got a heavenly home. Number two, what the Holy Spirit has revealed us. 1 Peter chapter 1 verse 3 and 4. 1 Peter chapter 1 and verse 3 and 4. And a paraphrase I വായിക്കാം. There is an inheritance that can never perish, spoil or fade, kept in heaven for you. മലയാളത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുത്തുന്ന അർത്ഥം വായിക്കാം. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ നേടി, ഇവിടുത്തെ ചില പണമുണ്ടാക്കി, ഇവിടുത്തെ മേൽമയെല്ലാം ഒന്ന് അനുഭവിച്ച് മരിക്കാൻ വേണ്ടി അല്ല. പക്ഷേ ഒരു സ്വർഗത്തിലൊരു നിധിയുണ്ട്.
അത് ക്ഷയം, മാലിന്യം ഒന്നും പെടാത്ത, അതൊന്നും കൊണ്ട് താഴാത്ത, അതിനെക്കാട്ടിലും മഹത്വമുള്ള, അത് വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു. യെശയ്യാ പ്രവാചകൻ ഇത് അറിയത്തില്ലായിരുന്നു. യെശയ്യാ പ്രവാചകൻ ആ കാലത്തിൽ നടന്ന ഇസ്രായേലിന്റെ വിടുതലിനെ കുറിച്ച് മാത്രമുള്ള ചിന്തയുള്ളായിരുന്നു. പക്ഷേ പൗലോസ് പറയുവാ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകത്തിലെ സ്ലേവറിക്കകത്തുനിന്ന് പുറത്തു പോകുന്നത് മാത്രമല്ല, പക്ഷേ വരുവാനുള്ള കാലഘട്ടത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട്. ഭവനം മാത്രമല്ല, ഭവനത്തിനകത്ത് നമുക്കൊരു അവകാശം കൂടിയുണ്ട്. ദൈവമക്കളെ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? യേശുവിന്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ ഒരു സെന്റ് ഭൂമി നിന്റെ അവകാശത്തിൽ ഇല്ലെങ്കിൽ, ഇനി ഒരു അവകാശം ഉണ്ടെങ്കിൽ പോലും ആ അവകാശത്തെ ആർക്കും അപഹരിക്കാൻ പറ്റും. കാലക്രമേണ അവകാശത്തിന്റെ വില കുറയാൻ സാധ്യതയുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും സകലത്തെയും ഇപ്പോഴത്തെ മണ്ണിന്റെ വില കുറഞ്ഞതുപോലെ ഒരു വീട് വിൽക്കാൻ ഇട്ടാൽ വീട് വാങ്ങാൻ ആളില്ലാതെ അതുപോലെ തന്നെ വില കുറഞ്ഞു പോകുമ്പോൾ ദൈവമക്കളെ, വില കുറയാത്തതും ഒരിക്കലും മാലിന്യം പിടിക്കാത്തതും ക്ഷയമക്ഷയമൊന്നും ഇല്ലാത്തതും അതുപോലത്തെ ഒരു നിധി സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ജനമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇവിടുത്തെ ലോകത്തിന് വേണ്ടി ഒത്തിരി ഓടിയില്ലെങ്കിലും അധ്വാനിച്ചിട്ടില്ലെങ്കിലും ആ ലോകത്തിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ജീവിതം സാക്രിഫൈസ് ചെയ്ത ഒരു കൂട്ടം ജനത്തെ നോക്കി ദൈവത്തിന്റെ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ഒരു നിധി ഒരുക്കിയിട്ടുണ്ട്. അതാരും അപഹരിക്കാൻ പറ്റത്തില്ല. സഹോദരന്മാർ എടുത്തു മാറ്റാൻ പറ്റത്തില്ല. നിനക്കുള്ളത് നിനക്ക് കിട്ടും. അതിനെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ എന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിൽ ഹല്ലേലൂയ മണ്ണിന് വേണ്ടി ഓടി, അതിനു വേണ്ടി ജാഥ വെച്ച് മണ്ണിന് വേണ്ടി വഴക്കിടുന്നേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ നിധിക്ക് വേണ്ടി കണ്ണുകളെ ഉയർത്തിക്കൊണ്ട്, ഈ ലോകക്കാർക്ക് മനസ്സിലാകാത്തത്, ലോകക്കാർക്ക് കാണാൻ പറ്റാത്തത് നിനക്ക് കാണാൻ പറ്റിയത് കൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ദൈവത്തെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലരുടെ അധ്വാനങ്ങൾ, ചിലരുടെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ചിലരെയൊക്കെ വേദനിപ്പിക്കുന്ന നില സംഭവങ്ങൾ ഇന്ന് നീ എന്ന് കൈവിടാൻ പറ്റുമോ എന്ന്. മണ്ണിന് വേണ്ടി, ലാൻഡിന് വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു കൂട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ, ദൈവാത്മാവ് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിനെക്കാട്ടിലും ബെറ്ററാ. ഇവിടുത്തെ നഷ്ടപ്പെട്ടാൽ കർത്താവ് നിമിത്തം, നീ കർത്താവിന്റെ പ്രിൻസിപ്പിൾ നിമിത്തം ഇത് നഷ്ടപ്പെട്ടാലും അവിടെ വലിയൊരു നിധി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈ മക്കളും ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന്. ഹല്ലേലൂയ. ചില പിടിവാശികൾ നമുക്ക് പിടിക്കാൻ വേണ്ടി പിടിവാശികൾ ഒന്ന് വിടാൻ പറ്റുമോ എന്ന്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് നിനക്ക് സമാധാനം വേണോ? നിന്റെ ഭവനത്തിൽ ഉള്ളറകൾ ദൈവത്തിന് വിടുതൽ കാണാനുണ്ടോ? ചില പിടിവാശികൾ വിടുവാൻ വേണ്ടി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. പൊസിഷന് വേണ്ടിയുള്ള പിടിവാശി, പണത്തിന് വേണ്ടിയുള്ള പിടിവാശി, മണ്ണിന് വേണ്ടിയുള്ള പിടിവാശി, ഇതൊന്ന് വിട്ടിട്ട് കണ്ണുകളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താൻ പറ്റുമോ? നിനക്ക് വേണ്ടി വലിയൊരു നിധി സ്വർഗം വെച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവിൽ പറഞ്ഞാൽ, ആ ഹല്ലേലൂയ, ഈ മാനുഷിക കണ്ണുകളെല്ലാം ഒന്ന് മാറി, ഫിസിക്കൽ റലത്തിൽ നിന്ന് മാറി സ്വർഗത്തിലേക്ക് ഉയർത്താൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് ഇവിടെയും തരുവാൻ ദൈവം ശക്തനാ, അവിടെയും തരുവാൻ ദൈവം ശക്തനാ. നിന്റെ കായികാഭ്യാസം കൊണ്ട്, നിന്റെ കരവിരുതും കൊണ്ട് നീ അത് നേടാൻ പറ്റത്തില്ല. വിശ്വാസം കൊണ്ട് മാത്രം നേടാൻ പറ്റും എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന്. Amen. The third thing is the freedom from suffering. ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ just freedom from suffering. Revelation 21:4 അവിടെ പറഞ്ഞിരിക്കുക, he will wipe out all the tears. No eyes have seen, no ears have heard. And the fourth thing, a glorious fellowship with God. ദൈവമായിട്ടുള്ള ഒരു glorious fellowship, and that is 22:14. Revelation 22:4. They will see his face and his name will be on their forehead. ദൈവമക്കളെ, that is the glorious thing today God wanted us to deal with.
ഇന്ന് പകൽക്കാലം ഈ നല്ല ദൈവത്തെ ആരാധിക്കാൻ കൃപ നൽകി തന്നു. ഹല്ലേലൂയ. ഇവിടെ ലോകത്തിൽ മാത്രമല്ല, ആ ലോകത്തിലും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നമുക്ക് 2 അവകാശമുണ്ട്. ഈ ലോകത്തിലെ അവകാശവും അവൻ നമുക്ക് നൽകി തരും, അപ്പോൾ തന്നെ സ്വർഗീയ അവകാശം നൽകി തരും. ഇന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ, ദൈവാത്മാവ് സംസാരിക്കുന്നു എന്ന നല്ല ബോധ്യമുണ്ടെങ്കിൽ അല്പനേരം ആ കരങ്ങൾ തട്ടി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അന്യഭാഷകളിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അന്യഭാഷകളിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്ത് ഒന്ന്. Come on, let's give a big hand to the Lord and worship the name of the Lord. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ അഴിയട്ടെ, എല്ലാ ഭയം മാറട്ടെ, പിശാചിന്റെ തന്ത്രങ്ങൾ അഴിയട്ടെ, അവിശ്വാസങ്ങൾ മാറട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അത് ആരുടെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. വിശ്വസിക്കുന്നവര് ഈ മണ്ഡലത്തിലും വരുവാനുള്ള ലോകത്തിലും അവൻ നൽകി തരുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ച് അല്പനേരം എല്ലാം നാം ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ഷിബു തോമസ്. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനം നമുക്കായിരിക്കാമല്ലോ. വളരെ ശക്തമായി ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിൽ കൂടെ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ വൻ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി ചെയ്ത സകല നന്മകൾ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുത്തിരിക്കട്ടെ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട ശരീരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് പായിക്കുവാനിടയാകട്ടെ. നമുക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട ശരീരത്തിലേക്ക്, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട കുത്തിത്തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്തിലേക്ക്, നമുക്ക് വേണ്ടി ആണികൾ തറയ്ക്കപ്പെട്ട കൈകാലുകളിലേക്ക്, നമുക്ക് വേണ്ടി മുൾക്കിരീടം ധരിക്കപ്പെട്ട ആ ശിരസിലേക്ക് നമ്മുടെ കണ്ണുകളെ പായിക്കുവാനിടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ലാതിരുന്നപ്പോൾ, മറ്റൊന്നിനാലും രക്ഷയില്ലാതിരുന്നപ്പോൾ, സ്തോത്രം, നമുക്ക് രക്ഷ വരുത്തുവാൻ, ഹല്ലേലൂയ, നമുക്ക് രക്ഷ വരുത്തി തരുവാൻ, നമ്മെ വിടുവിപ്പാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ പരമയാഗം നമ്മൾ ഓർക്കുവാനിടയാകട്ടെ. ആ ക്രൂശിലെ യാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗദ്സമനം മുതൽ ഗോൽഗോത്ത കുന്നുവരെയും നമുക്ക് വേണ്ടി ഏൽക്കപ്പെട്ട ആ പീഡകൾ, നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട ശരീരം, നമുക്ക് വേണ്ടി സ്തോത്രം നിന്ദിക്കപ്പെട്ട കർത്താവിൻ്റെ ആ നിന്ദകളൊന്ന് ഓർത്ത് നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി സഹിച്ച എല്ലാ പങ്കപ്പാടുകളെയും ഓർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശുദ്ധീകരണത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിലേക്കും പാനപാത്രത്തിലേക്കും കൈ നീട്ടുവാൻ. താൻ ശോധന ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരായി തീരുവാൻ യോഗ്യതയുള്ളവരാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സുഹർമാർ പാട്ടിൻ്റെ ഒരു ചരണം പാടും. ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം.